ശ്രീ സലിം മടവൂർ, അതാണ് പ്രധാനപ്പെട്ടത്. എവിടെയാണ് ഈ യാത്ര അതിൻ്റെ ലക്ഷ്യം മാറ്റിയത്? അതോ ലക്ഷ്യം തെറ്റിയ ഒരു യാത്രയായി നവകേരള സദസ്സ് മാറി എന്നുള്ള വിമർശനത്തിലുള്ള മറുപടി എന്താണ്? അല്ല, ഈ യാത്ര കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് വിധേനയും ഇതിന്റെ നിറം കെടുത്താൻ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരേ സമയം UDF-ഉം BJP-യും രണ്ട് തരത്തിൽ ശ്രമം നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ കേരളത്തിലെ മന്ത്രിമാര് ഇപ്പൊ ലോകത്തൊരിടത്തും കേട്ടറിവില്ലാത്ത രൂപത്തില് നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ബസ്സിൽ ഒന്നിച്ച് ഏതാണ്ട് 1.5 മാസത്തോളം കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തിച്ചേരുകയും ജനങ്ങളെ നേരിൽ ജീവിതത്തിൽ ഒരിക്കലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ ഒന്നും കണ്ടിട്ടില്ലാത്ത ജനങ്ങൾക്ക് അവരെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ തന്നെ, അല്ലെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാൻ, നിവേദനം കൊടുക്കാൻ, അത് അങ്ങനെ സംവദിക്കാനുള്ള ഒരു സാഹചര്യം, കേരളത്തിന്റെ ഗവൺമെന്റ് ഒറ്റക്കെട്ടാണ് എന്നുള്ളൊരു സന്ദേശം. ഇതിന്റെ മുമ്പുള്ള UDF-ന്റെ ഒന്നും ഗവൺമെന്റുകളില് പരസ്പരം കാലുവാരലും അതേപോലെ തന്നെ മറ്റുള്ളവരെ വീഴ്ത്താൻ എന്താണ് ശ്രമം എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ എന്താണ് വിദ്യ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം കണ്ടു പരിചയിച്ച ആളുകൾക്ക് ഈ ഗവൺമെന്റിന്റെ നവകേരള സദസ്സ് വലിയൊരു മാറ്റമായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നിച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ അത് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഈ യാത്ര എത്തിച്ചേരുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോ എങ്ങനെയും ഇതിന്റെ നിറം കെടുത്താനുള്ള ഒരു ശ്രമമാണ്. താങ്കൾ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രി നേരിട്ട് കാണാത്ത ആളുകൾക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരം കിട്ടി. അതുകൊണ്ട് എന്താണ് സാധാരണ ജനത്തിന് പ്രയോജനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ പരാതികളെന്ന് ആദ്യം പറഞ്ഞു, അത് പിന്നീട് നിവേദനങ്ങളായി. അത് സ്വീകരിക്കും മന്ത്രിമാരും മുഖ്യമന്ത്രിയും നേരിട്ട്. പക്ഷെ ആ ജനങ്ങളെ ആ ഭാഗത്തെങ്ങും അടുപ്പിച്ചില്ല. ഉദ്യോഗസ്ഥർ കുറെ ദൂരെ ഇരുന്നിട്ട് ഈ നിവേദനങ്ങൾ വാങ്ങുന്നൊരു പശ്ചാത്തലമാണ്. ഒപ്പം ഈ നിവേദനങ്ങൾക്ക് അല്ലെങ്കിൽ പരാതികൾക്ക് എന്ത് പരിഹാരമുണ്ടായി? ഈ 15 ദിവസമായിരുന്നല്ലോ കാലയളവ്. പേഴ്സൻറ്റേജ് ഒക്കെ വളരെ കുറവാണ് കാസർഗോഡും കണ്ണൂരും ഒക്കെ വരുന്ന കണക്കുകൾ വെച്ചിട്ട്. അങ്ങനെ ആത്യന്തികമായി എന്തു ലക്ഷ്യം നേടി എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അല്ല, 2.5 വർഷക്കാലം ഇനി ബാക്കിയുണ്ടല്ലോ. അപ്പൊ 2.5 വർഷക്കാലം ഇത് ഓരോ വ്യക്തിയുടെയും ചെറിയ ചെറിയ പരാതികൾ പരിഹരിക്കുന്നതിനപ്പുറം സംസ്ഥാനത്തിന്റെ വികസനം ഏതു വഴിക്ക് വേണം? അപ്പൊ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ ഞെക്കിക്കൊല്ലുന്ന രൂപത്തില് സാമ്പത്തികമായിട്ട് സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യം, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യം അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളോട് ഇപ്പൊ കേന്ദ്രത്തിനോട് പറയാനില്ല, ഇന്ത്യയുടെ രാഷ്ട്രപതിയോട് പറയാനില്ല, ആരോടും പറയാനില്ല. അപ്പോൾ പിന്നെ ഉള്ളതൊന്ന് സുപ്രീം കോടതിയാണ് ആ മാർഗം സ്വീകരിച്ച്. മറ്റൊന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം. അപ്പൊ അവര് കേരളത്തിലെ ഈ ഗവൺമെന്റിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷക്കൊപ്പം തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റും. പക്ഷെ ആ ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, നിയമങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ കേരളത്തിലെ ആവശ്യമായ ഫണ്ട് കടമെടുക്കാൻ പോലും അനുവദിക്കാതെ എങ്ങനെയും ഈ ഗവൺമെന്റിനെ ശ്വാസം മുട്ടിക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങളെ കാണാനും അതേപോലെ തന്നെ സാധാരണക്കാരെ ജനങ്ങളുമായിട്ട് ഇരുന്നിപ്പോ രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്നുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ അതൊരു VIP ചായ സർക്കാരുമായിട്ട് ചിത്രീകരിച്ചു. സത്യത്തിൽ അതല്ല. സമൂഹത്തിലെ അടിത്തട്ടിലുള്ള സാധാരണക്കാരായ ആളുകളുമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടത്. അപ്പൊ ആ വന്നിരുന്ന ചായ സൽക്കാരത്തിൽ വന്നിരുന്ന ആളുകളില് പാവപ്പെട്ട ആളുകളുണ്ട്, നമ്മുടെ കയറ്റിറക്ക തൊഴിലാളികളുണ്ട്, പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, കോളനികളെ പ്രതിനിധീകരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള രാവിലത്തെ പ്രഭാത ചായ സൽക്കാരം, ഒരു പ്രഭാത മീറ്റിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ആ മീറ്റിംഗിലൂടെ ആളുകൾക്ക്, അതിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം, എല്ലാ വിഭാഗത്തിൽ സമൂഹത്തിന്റെ എല്ലാ പരിച്ഛേദങ്ങളിൽപ്പെട്ട ആളുകൾക്കും തങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കാനും അതിന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടി കൊടുത്തുകൊണ്ട് അങ്ങനെ തന്നെയാ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രഭാത മീറ്റിംഗില് 10 ചോദ്യമെങ്കിലും വരുന്നുണ്ട്. 10 ചോദ്യങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയുന്നു. അങ്ങനെ 10×140 1400 ചോദ്യങ്ങൾ മിനിമം വന്നു കാണണം. അപ്പൊ ഈ 1400 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 1000-ൽ പരം ചോദ്യങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി നേരിട്ട് ഉത്തരം കൊടുക്കുകയാണ്, അതിന് പരിഹാരം നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി വരുന്നു, ജനങ്ങൾക്ക് പറയാനുള്ളത് പറയുന്നു, അതിന് അദ്ദേഹം ഉത്തരം പറയുന്നു. അതൊരു മാറ്റമാണ്. അത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. അത് ജനാധിപത്യത്തിന്റെ ഒരു മനോഹാരിതയാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരികയും അവര് ജനങ്ങളുടെ പ്രയാസങ്ങൾ കേൾക്കുക, ജനങ്ങൾ അവരോട് ചോദിക്കാനുള്ളത് ചോദിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു മനോഹാരിതയായിട്ടാണ് ഞാൻ കാണുന്നത്. തന്നെയല്ല, എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് എല്ലാ ദിവസവും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെയും കരിവാരി എറിയണം,
എന്നുള്ള രൂപത്തിൽ ഇപ്പൊ ഇവിടെ കുറെ ദിവസം സമരം നടത്തിയല്ലോ UDF. എന്തിനാണ് സമരം? ഈ കരിങ്കൊടി കാണിച്ചുകൊണ്ട് ഈ ജാഥയെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. എന്താണ് ഇവരുടെ ആവശ്യം? അതൊന്ന് പറയണല്ലോ. എന്താണ് ആവശ്യം? ഒരാവശ്യവുമില്ല. ഇവിടെ പെൻഷൻ ആണെങ്കിൽ UDFന്റെ കാലത്ത് 5-6 മാസം പെൻഷൻ മുടങ്ങിയ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇവിടെ 3 മാസം, കേരളത്തിലെ 3 മാസം വൈകി. കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം ഈ ഗവൺമെന്റ് കൊടുത്തു തീർക്കും. എവിടെ നിന്നെങ്കിലും വായ്പ വാങ്ങിയാലും മറ്റുള്ളതൊക്കെ മാറ്റിവെച്ചാലും കർഷക തൊഴിലാളികളുടെയും അതുപോലെയുള്ള വിധവകളുടെയും ഒക്കെ പെൻഷൻ കൃത്യമായി കൊടുക്കണം. അതിന് മുന്തിയ പരിഗണന കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇവർക്കറിയാം. വെറുതെ കുറെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മാധ്യമങ്ങളിൽ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ നേതാവായി മാറാൻ, ഈ കോൺഗ്രസിലെ നേതാവായി മാറണമെങ്കിൽ ഇങ്ങനെ കുറെ അടി കൊണ്ട് ചാനലുകളിലൊക്കെ വന്ന് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന് ആണാവാൻ വേണ്ടിയുള്ള പരസ്പര മത്സരം തിരുവനന്തപുരത്ത് നടത്തിയത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ശേഷം ഒരു ഇളക്കവുമില്ല എന്നുള്ള പരാതി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വക കുറെ കാട്ടിക്കൂട്ടലുകൾ. പ്രതിപക്ഷ നേതാവ് യോഗ്യനല്ല, ഒരു 2ാം നിര നേതാവിന്റെ തലത്തിലേക്കാണ് പ്രതിപക്ഷ നേതാവ് വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ല എന്ന് അണികൾക്കിടയിൽ നിന്ന് പ്രതിപക്ഷേതം വന്നപ്പോൾ അദ്ദേഹം മുന്നേ ഒരു പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കുള്ള അങ്ങനെ എല്ലാവർക്കും അവരുടെ വീര്യങ്ങൾ, വർദ്ധിത വീര്യങ്ങൾ അത് പ്രകടിപ്പിക്കാനുള്ള അവസരമായി നവകേരള യാത്ര മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.